ചൊവ്വയിൽ ജീവൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തിൽ ഇവിടുന്ന് അവിടെ പോയി പാർക്കാൻ പറ്റുമെന്ന് തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയിലെ പഠനങ്ങളിൽ നിന്ന് ഇപ്പം മനസ്സിലാകുന്നത് ചൊവ്വ ഗ്രഹത്ത് പോയിട്ട് മനുഷ്യന് പാർക്കാൻ കഴിയുമെന്നാണ്. അമേരിക്കയിൽ ഇപ്പം ചൂട് പിടിച്ച ഗവേഷണം. ഖുർആൻ പറയണത് ഖിയാമത്ത് നാൾ വരാൻ പോകുമ്പോൾ നിങ്ങൾ ഭൂമി വിടാൻ ആഗ്രഹിക്കും. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ജിന്നവർഗമേ മനുഷ്യവർഗമേ നിങ്ങൾ ഭൂമി വിട്ട് ഓടാൻ, ആകാശഭൂമികൾ വിട്ട് ഓടാൻ, ആകാശഭൂമികളുടെ പരിധി വിട്ട് പുറത്തേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെങ്കിൽ ശ്രമിക്കുക. പറ്റുമോ നോക്കിക്കോ, വിട്ടു പോകാൻ പറ്റുമോ നോക്കിക്കോ. ഖുർആൻ പറയാം ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. വല്ല ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലോണം ചിന്തിക്കണം ചെറുപ്പക്കാർ. ആകാശഭൂമി വിട്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിച്ചോ, നിങ്ങൾക്കത് നടക്കൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. വലിയ ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. അപ്പൊ ശക്തി ഉണ്ടെങ്കിൽ ഭൂമി വിട്ടിട്ട് മറ്റു ഗ്രഹങ്ങളിൽ വരെ മനുഷ്യൻ എത്താൻ കഴിയും എന്ന് ഖുർആൻ ഒരു സൂചന ഇവിടെ കൊടുക്കുകയാണ്. ഇല്ലാ ബിസുൽത്താൻ. സുൽത്താൻ എന്ന് പറഞ്ഞാൽ പവർ, അധികാരം. വലിയ അധികാര ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് പിന്നെ ഖുർആന്റെ വക ഒരു ഭീഷണിയാണ്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ യുർസലു അലൈകുമാ ശുവാദും മിൻ നാർ വനുഹാസുൻ ഫലാ തൻതസിറാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അഗ്നിശലാകകൾ നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും, പുകയും നിങ്ങൾക്ക് നേരെ അയക്കപ്പെടും. അങ്ങനെ നിങ്ങൾ ഭൂമി വിട്ടു പോവുകയാണെങ്കിൽ തീജ്വാലയാണ് നിങ്ങൾക്ക് പിന്നാലെ വരാൻ പോണത്. ഖിയാമത്ത് നാളിലേ എരിപൊരി കൊള്ളിട്ട് ഇവിടെ പാർക്കാൻ കഴിയാതെ വരുമ്പോഴേ ആകാശം ചുട്ടുപഴുത്തു, ഭൂമി ചുട്ടുപഴുത്തു, ഭൂകമ്പങ്ങൾ നിൽക്കക്കള്ളില്ല. എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ എന്ന് മോഡേൺ സയൻസ് വെച്ചിട്ട് മനുഷ്യൻ പരിശ്രമിക്കാൻ നോക്കും. അപ്പം അതിന് പല സംഗതിയില്ലേ. ശൂന്യാകാശ സഞ്ചാരല്ലേ, റോക്കറ്റ് വിടുന്നില്ലേ, ചന്ദ്രനിൽ പോയി കാല് കുത്തിയില്ലേ. എന്നാൽ ഇവിടെ ഇടങ്ങറായ സ്ഥിതിക്ക് അവിടെ പോയി പാർക്കാൻ പറ്റുമെന്ന് മനുഷ്യൻ ശ്രമിച്ചേക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ തീജ്വാലകളാണ് നിങ്ങൾക്ക് പിന്നാലെ വരാൻ പോകുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ഇനി നമുക്ക് ഖിയാമത്ത് നാളിന്റെ സ്വഭാവം എങ്ങനെ നോക്കാം. ഖിയാമത്ത് നാളിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂർ എന്ന കാഹളമാണ്. നമ്മൾ മദ്രസയിൽ പഠിച്ചത് കുട്ടികൾക്ക് ഓർമ്മയില്ലേ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിലൂതലാണ്. കുട്ടികൾ അങ്ങനെ പഠിക്കും. ഈ സൂർ എന്ന കാഹളം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് സംഗതിയും പണ്ട് കാലം മുതലേ അറിയിക്കാനുള്ളൊരു പരിപാടിയാണ് കൊമ്പ് വിളി. പോന്ന് വിളിച്ചിട്ടാണ് ലോകത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയിക്കുക. അല്ലെങ്കിൽ പെരുമ്പറ മുട്ടും. അപ്പം അതൊക്കെ പോയി. പെരുമ്പറ മുട്ടലും കുഴൽ വിളിയാണ്. അങ്ങനെ ഒരു വലിയ സംഗതി അറിയിക്കാൻ പോകുന്ന ഒരു വിളംബരത്തെക്കുറിച്ചാണ് ആ പറയുന്നത് സൂർ എന്ന കാഹളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞുവത്രേ സഹാബികളോട്, കാഹളം ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട് തല ഇങ്ങനെ താഴ്ത്തിക്കൊണ്ട് ഓർഡർ കിട്ടാൻ വേണ്ടി ഇസ്രാഫീൽ കാത്തിരിക്കുകയാണ്. തല താഴ്ത്തി വെച്ചിരിക്കുന്നു, കാഹളം വായിൽ വെച്ചിരിക്കുന്നു, രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ചിരിക്കുന്നു, നെറ്റിത്തടം പോലും താഴ്ന്നിരിക്കുകയാണ്. ഓർഡർ ഇപ്പം കിട്ടിയാൽ ഇപ്പം വിളിക്കണമെന്ന മട്ടിൽ ഒരുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെയാണ് സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുക എന്ന് അന്ത്യപ്രവാചകൻ തൻ്റെ സഹാബത്തിനോട് പറയുകയാണ്. ഇസ്രാഫീൽ ഊതാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ എന്ത് സമാധാനമാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ആ റസൂലല്ലാഹ്, അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഉടൻ തന്നെ റസൂൽ മറുപടി കൊടുത്തു, നിങ്ങളൊന്ന് ചൊല്ലിയാൽ മതി, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹ് മതി. നിഅമൽ വകീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവൻ തന്നെ ഉത്തമം. വ നിഅമൻ നസീർ, സഹായിക്കാനും അവൻ തന്നെ ഉത്തമം. അത് ചൊല്ലിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇനി അന്നത്തെ ഭീകരത, ആ ദിവസത്തെക്കുറിച്ച് ഖുർആൻ പറയണത് ഭാരമുള്ള ദിവസം എന്നാണ്. ഫഖുലത്ത്, ആ ദിവസം ഭാരമുള്ള ദിവസമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-3 ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഭീകരത എന്ന വശം ഞാൻ വിടുകയാണ്, അധികം വിശദീകരിക്കാതെ. എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഓത്തുന്നതിന് എൻ്റെ ഭീകരത മനസ്സിലാവും. വയൗമ യുൻഫഖു ഫിസ്സൂർ,
സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുകയാണ്. ഊതപ്പെടുന്ന ദിവസം ففزع من في السماوات ومن في الأرض إلا من شاء الله وكل أتوه داخرين. എല്ലാവരും പേടിച്ചരണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവരൊഴികെ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പേടി ഉണ്ടാവില്ല, അത് നല്ല മനുഷ്യരാണ്. وترى الجبال تحسبها جامدة وهي تمر مر السحاب. ഇപ്പൊ നിങ്ങൾക്ക് മല കണ്ടാൽ അത് ഉറച്ചു നിൽക്കുന്നതായി തോന്നും. പക്ഷേ ഈ മല മേഘങ്ങളെപ്പോലെ ഓടുന്ന ദിവസമാണത്. പഞ്ഞ് പറക്കുന്ന മാതിരി മേഘങ്ങൾ ഇങ്ങനെ പറക്കുന്നില്ലേ, അങ്ങനെ മലകൾ പറക്കും എന്ന് ഖുർആൻ. മറ്റൊന്ന് ഇന്നലത്തെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഓതി കേൾപ്പിച്ച ഭാഗമാണ്. ഇദസ്സമാഉം ഫതറത്, ആകാശം പിളരുന്ന നേരം. വഇദൽ കവാകിബുൻ തസറത്, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴുന്ന നേരം. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ പിളരുന്ന നേരം. വഇദൽ ഖുബൂറു ബുഅസിറത്, ഖബറുകൾ തുറക്കുന്ന നേരം. അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, താൻ എന്ത് മുന്തിച്ചു എന്ത് പിന്തിച്ചുവെന്ന് ഓരോ ആത്മാവും അറിയുന്ന നേരം. യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബികൽ കരീം. ഏ മനുഷ്യ, ആരാ എൻ്റെ പടച്ചോന്റെ കാര്യത്തിൽ എന്നെ പറ്റിച്ചത്? അള്ളാഹ് എത്ര സ്നേഹത്തോടു കൂടി ആ മനുഷ്യനോട് ആകാശം പിളരുന്ന നേരം എന്നൊക്കെ പറഞ്ഞിട്ട്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന നേരം, കടൽ പിളരുന്ന നേരം. ഏ മനുഷ്യ, നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ ആരാ നിന്നെ പറ്റിച്ചത്? ആരാ അവന്റെ കയ്യിൽ നിന്ന് നിന്നെ അകറ്റിയത്? ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബ്, അങ്ങേറ്റം ഔദാര്യം കാട്ടുന്ന ആളാണല്ലോ നിന്റെ റബ്ബ്. എന്നിട്ടും അവന്റെ കാര്യത്തിൽ ആരാ എന്നെ പിന്തിരിപ്പിച്ചിട്ട് എന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, നല്ല രൂപത്തിൽ നിന്നെ സംവിധാനിച്ചത്. അവനല്ലേ നിന്നെ നീതിബോധത്തോടെ നിലനിർത്തിയത്. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവനല്ലയോ നിന്നെ രൂപകൽപ്പന ചെയ്തെടുത്തത്.